നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഏതാണ്ട് 9 കമ്പനികളിലെ വിവിധ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഒരു 4-5 മൾട്ടിനാഷണൽ കമ്പനികളിലെ ഫ്രഷേഴ്സിന്റെ ബൾക്ക് ഹയറിംഗ് സൂചിപ്പിക്കുന്നുണ്ട്. HDFC ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, അതല്ലെങ്കിൽ വിദേശത്തേക്ക് 2 കമ്പനികളിലേക്കുള്ള ബൾക്ക് ഹയറിംഗ്, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമുള്ള അവസരങ്ങൾ, അത് വിവിധ മേഖലയിൽ, അത് IT ഉണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇങ്ങനെ വിവിധ മേഖലയിൽ നിന്നുള്ളവർക്കുള്ള അവസരങ്ങൾ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം കൊസ് ഗ്ലോബലിലാണ്. കൊസ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും അതേപോലെ ബാംഗ്ലൂരിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ IT കമ്പനിയാണ്. ഇവർ ഒരു ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും BTech MCAക്കാരായിരിക്കും എലിജിബിൾ ആവുക. പ്രത്യേകിച്ച് 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുണ്ട്. BTech എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കല്, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലേക്കായിരിക്കും ഈ ഒരു ഹയറിംഗ്. അപ്പോൾ അത് ട്രെയിനി എഞ്ചിനീയർ എന്ന തസ്തികയിലായിരിക്കും അവസരങ്ങളുള്ളത്. 60% ത്രൂ ഔട്ട് അക്കാഡമിക്സ്, അതായത് 10th ഓൺവേർഡ്സ് 60% മാർക്ക് നേടിയിരിക്കണം. സ്റ്റാൻഡിങ് അരിയേഴ്സ്, ബാക്ക്ലോഗ്സ് സെലക്ഷൻ പ്രോസസിന്റെ സമയത്ത് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങോട്ട് കാണാൻ സാധിക്കും. സാലറി 3.25 lakh per annum എന്നുള്ളതാണ്. 3 year ബോണ്ട് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങളെ അറിയിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ഫർദർ കമ്മ്യൂണിക്കേഷൻ. അതായത് നിങ്ങൾ ആദ്യം ഇതിന് അപ്ലൈ ചെയ്യുക. ഒരു ഫോം ഉണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഫർദർ പ്രോസസ്സ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളെ അറിയിക്കും. ആദ്യം സാധാരണഗതിയിൽ ഒരു ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ്, പിന്നെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ദെയർ ഒറിജിനൽ ഗ്രാജുവേഷൻ മാർക്ക് ഷീറ്റ് ആൻഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ബിഫോർ ഗെറ്റിംഗ് ഓൺ ബോർഡ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഗ്രാജുവേഷൻ മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 2023-ലും 2024-ൽ കഴിയാൻ പോകുന്ന BTech MCAക്കാർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. 60% മാർക്ക് കാണും. കൊസ് ഗ്ലോബൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്കാണ് ഈ ഒരു ഹയറിംഗ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ jobsreach.com എന്ന നമ്മുടെ സൈറ്റ് പോയിട്ട് കൊസ് ഗ്ലോബൽ എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കണ്ടെത്താം. ഇനി അടുത്ത അവസരം ഗൈഡ് ഹൗസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഗൈഡ് ഹൗസും തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ടെക്നോ പാർക്കിൽ മാത്രമല്ല, നാഗർകോവിൽ, അതേപോലെ ചെന്നൈയിലൊക്കെ പ്രവർത്തനമുള്ള ഇതൊരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച കൊസ് ഗ്ലോബലും ഗൈഡ് ഹൗസും ഒക്കെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള, എനിക്ക് തോന്നുന്നു ഈ ഗൈഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു US കമ്പനിയാണ്. ഈ കമ്പനിയും ടെക്നോ പാർക്കിൽ ഒട്ടനവധി ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബൾക്കായിട്ട് ഹയർ ചെയ്യുന്ന ഒരു കമ്പനി, മറ്റൊരു കമ്പനിയാണ് ഈ കൊസ് ഗ്ലോബൽ പോലെ ഈ ഗൈഡ് ഹൗസും. ഇവർ 2 പ്രൊഫൈലിലേക്കാണ് ഹയറിങ്. 2 പ്രൊഫൈലിന്റെയും പേര് ജൂനിയർ പ്രോസസ് അസോസിയേറ്റ് എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ജോബ് ID ഡിഫറെന്റ് ആണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഡിഫറെന്റ് ആണ്. റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആർക്കായിരിക്കും ഈ 2 വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക? മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫൈനാൻസ്, കൊമേഴ്സ്, എക്കണോമിക്സ്, അതായത് MBA ഫൈനാൻസ്, അല്ലെ MCOM, അല്ലെങ്കിൽ MA എക്കണോമിക്സ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒരു പ്രോസസ്സിന് എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല. മറ്റേതില് ഫ്രഷേഴ്സിനും 11 months വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. എക്സലന്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, അത് റിട്ടൺ ആൻഡ് വേർബൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മൾട്ടിനാഷണൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം MCOM അല്ലെങ്കിൽ MBA ഫിനാൻസ്, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് MFM, MA എക്കണോമിക്സ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഗൈഡ് ഹൗസ് എന്നുള്ള തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇനി മൂന്നാമത്തെ അവസരം ഇത് ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും പ്രവർത്തനമുള്ള ഒരു കമ്പനിയല്ല, മറിച്ച് കൊച്ചിയിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനിയാണ്. കള്ളിയത്ത്, നമുക്കൊക്കെ ഒരുപക്ഷെ കള്ളിയത്ത് സ്റ്റീൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കമ്പനി അറിയാം. അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു കമ്പനിയാണ് ഈ സത്സംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അതുകൊണ്ട് 100 വർഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കള്ളിയത്ത് എന്നുള്ളത്.
അപ്പോൾ അവര് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ, ക്വാണ്ടിറ്റി സർവേയർ എന്ന തസ്തികയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ വരുന്ന 10-ാം തീയതി ഓഗസ്റ്റിൽ നടത്തുന്നുണ്ട്. 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് കള്ളിയത്ത് ബിൽഡിംഗ് ഉണ്ട്, കൊച്ചി മാമംഗലത്തുള്ള മെട്രോ പില്ലർ 483 നോക്കിയാൽ മതി. അവിടെയാണ് ഇവരുടെ ഓഫീസുള്ളത്, കള്ളിയത്ത് ബിൽഡിംഗ്. അവിടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒഴിവുകളുണ്ട്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. അത് ബിടെക് സിവിലുകാർക്ക് മാത്രമല്ല, ഡിപ്ലോമ സിവിലുകാർക്കും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പം സത്സംഗ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsfresh.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അതിലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി അടുത്ത അവസരം നമുക്ക് പരിചയപ്പെടുത്താം. വീണ്ടും ടെക്നോ പാർക്കിലെ അവസരമാണ്. ടെക്നോ പാർക്കിലെ 3ാമത്തെ കമ്പനിയിലെ അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എല്ലാം ബൾക്ക് ഹയറിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25 ഫ്രഷേഴ്സിനെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ആപ്പ് ഫാബ്സ് എന്ന് പറഞ്ഞ കമ്പനി. ആർക്കായിരിക്കും അവസരം? ബിടെക് MCAക്കാർക്കായിരിക്കും അവസരങ്ങളുണ്ട്. അപ്പോൾ IT മേഖലയിലൊക്കെ താല്പര്യമുള്ള ബിടെക്കുകാർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsfresh.com എന്ന സൈറ്റിലുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ടെക്നോ പാർക്കിലെ 3 കമ്പനികളിലെ അവസരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഇനി കൂടുതൽ കമ്പനികളിലും അവസരങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. കോഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞ കമ്പനി, ഇത് ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അല്ല, മറിച്ച് കൊച്ചിയിൽ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇതൊരു വിവിധ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിയാക്ട് JS ഡെവലപ്പർ, ASP.NET ഡെവലപ്പർ, സപ്പോർട്ട് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ടെസ്റ്റർ, ഈ തസ്തികകളിലൊക്കെയാണ് അവസരങ്ങളുള്ളത്. ബിടെക്, ME, MTech, BCA, MCAക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ IT-യിൽ തന്നെ ഏതെങ്കിലും മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സ് ഡിഗ്രി, BSc കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 2023-ലും 2024-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. ഇപ്പോൾ കോഡ് പോയിന്റിലെ ഈ അവസരത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഗാഡ്ജിയോൺ എന്ന് പറഞ്ഞ കമ്പനിയിലെ അവസരങ്ങൾ മനസ്സിലാക്കാം. ഗാഡ്ജിയോൺ എന്നുള്ളത് കൊച്ചിയിൽ നമ്മുടെ ഇൻഫോ പാർക്ക് ഉണ്ട്. ഇൻഫോ പാർക്കിന് തൊട്ടടുത്ത് തന്നെ സ്മാർട്ട് സിറ്റി ഉണ്ട്. ദുബായ് ഗവൺമെന്റിന്റെ ഒക്കെ ഉടമസ്ഥയിലുള്ള സ്മാർട്ട് സിറ്റി. ദുബായ് ഗവൺമെന്റ് കേരള ഗവൺമെന്റിനോട് സംയുക്തമായിട്ട് ആരംഭിച്ചാണ് സ്മാർട്ട് സിറ്റി. അവിടെയൊക്കെ പ്രവർത്തനമുള്ള കമ്പനിയാണ് ഗാഡ്ജിയോൺ എന്നുള്ളത്. അപ്പോൾ ഈ ഗാഡ്ജിയോൺ പല മേഖലകളിൽ പ്രവർത്തനമുള്ള മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ ഇവര് 2 റോളുകളിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹാർഡ്വെയർ ഇന്റേൺ ആണ്, മറ്റൊന്ന് ഫിംവെയർ ഇന്റേൺ. രണ്ടും ഒരു ഫുൾ ടൈം ഇന്റേൺഷിപ്പ് ആയിരിക്കും എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റികൾ വളരെ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഈ ഹാർഡ്വെയർ ഇന്റേണിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെ ME, MTech, അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എംബഡഡ് ഡിസൈൻ, VLSI ഈ മേഖലയിലൊക്കെ MTech അല്ലെ ബിടെക് ഇലക്ട്രോണിക്സിലൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും ഗാഡ്ജിയണിൽ അവസരങ്ങൾ. ഈ ഹാർഡ്വെയർ ഇന്റേൺ ആയിട്ട് അവസരങ്ങൾ. ഫിംവെയർ ഇന്റേൺ ആയിട്ട് ഡിഗ്രി, അത് ബിടെക് MTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഈ C++ പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ടീം പ്ലെയർ ആയിരിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ഈ ഗാഡ്ജിയണിലെ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ എല്ലാ അവസരങ്ങൾക്കും ഈ jobsfresh.com എന്ന സൈറ്റിൽ പോകും. അവിടെ പോയിട്ട് കമ്പനിയുടെ നെയിം കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം HDFC ബാങ്കിലാണ്. ഒരു എന്താ പറയുക, ഒരു മുഖവര ആവശ്യമില്ലാത്ത നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ടോപ്പ്, എനിക്ക് തോന്നുന്നു ടോപ്പ് 3-ലൊക്കെ വരുന്ന ബാങ്കാണ് HDFC ബാങ്ക് എന്നത്. ഈ HDFC ബാങ്ക് പ്രൈവറ്റ് ബാങ്കുകളിൽ ടോപ്പ് 3-ൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ HDFC ബാങ്കിൽ കേരളത്തിൽ ഹയറിംഗ് നടത്തുന്നുണ്ട്. 3 ലൊക്കേഷനുകളിലാണ് ഇപ്പോൾ അവസരങ്ങളുള്ളത്: എറണാകുളം, ആലപ്പുഴ, കോട്ടയം. അപ്പോൾ ഇത് കാൻഡിഡേറ്റ്സ് ലോക്കലി അവൈലബിൾ ഇൻ കേരളത്തിൽ നിന്നുള്ളവരെയായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വിവിധ റോളുകളിൽ അവസരങ്ങളുണ്ട്. ബ്രാഞ്ച് മാനേജർ, അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. പിന്നെ റിലേഷൻഷിപ്പ് മാനേജർ, അതേപോലെ ഓതറൈസർ, പേഴ്സണൽ ബാങ്കർ, ക്ലാസിക് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ചില അക്കൗണ്ടുകളുണ്ട്, ക്ലാസിക് എന്നൊക്കെ പറഞ്ഞ അക്കൗണ്ടുകൾ. അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ബാങ്കർ, പ്രിഫേർഡ് റിലേഷൻഷിപ്പ് മാനേജർ, കസ്റ്റമേഴ്സിനൊക്കെ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എനിക്കൊക്കെയുള്ള HDFC തരുന്നൊരു സേവനമാണ് റിലേഷൻഷിപ്പ് മാനേജർ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒക്കെ ജോലികളിലേക്കാണ് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ
വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ചില വിദേശ അവസരങ്ങളൊന്ന് പരിശോധിക്കാം. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഏതാണ്ട് 200+400 600 ഒഴിവുകളിലേക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഏതാണ്ട് 10ഓളം വിവിധ തസ്തികകളിലാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. സ്റ്റോർ മാനേജർ, അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ, സെക്ഷൻ സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, ഗ്രാഫിക് ഡിസൈനേഴ്സ്, ബയർ, റിസീവർ, ബുച്ചർ, ഫിഷ് കട്ടർ, സാലഡ് ആൻഡ് ജ്യൂസ് മേക്കർ, കൺഫെക്ഷണർ ആൻഡ് ബേക്കർ, ഷവർമ മേക്കർ, സൗത്ത് ഇന്ത്യൻ കുക്ക്, നോർത്ത് ഇന്ത്യൻ കുക്ക്, ഇങ്ങനെയുള്ള തസ്തികകളിലൊക്കെ ആയിരിക്കും അവസരങ്ങളുള്ളത്. ഇതിലേക്കൊക്കെയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നടക്കുന്നുണ്ട്. 8-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട്, അതേപോലെ 10-ാം തീയതി തിരൂർ വെച്ചിട്ട്, 12-ാം തീയതി കോഴിക്കോട്, 14-ാം തീയതി വടകര. അപ്പൊ ഇവിടെ വെച്ചിട്ട് 8:30-ക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് വാക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഏതാണ്ട് 9ഓളം കമ്പനികളിലെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഡീറ്റെയിൽസ് പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമായിരിക്കും. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതുപോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.